ഡെയിലി ലൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള എന്നാൽ ഒട്ടുമിക്ക പേർക്കും കണ്ടത്ര പരിചയമില്ലാത്ത ഒരു ഔഷധ സസ്യമാണ് നീലമരി. അപ്പോൾ ഇന്ന് നീലമരിയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് ഒരുപാട് പേർക്ക് നീലമരി എന്താണെന്ന് അത്ര അറിയില്ല, അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചിലർക്കൊക്കെ അബദ്ധം പറ്റാറുണ്ട്. നീലമരി ആണെന്നും പറഞ്ഞ് ചില ചെടികൾ കൊണ്ട് നടും, പക്ഷെ അത് നീലമരി ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നഴ്സറിയിലൊക്കെ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ചെടി നീലമരി ആവില്ല, അതേപോലുള്ള വേറൊരു ഔഷധ സസ്യം ഉണ്ട്, അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് കൊണ്ട് നടുകയും ചെയ്യും, പക്ഷേ നീലമരിയുടെ ആവശ്യം നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നീലമരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ചെടിയാണ് നീലമരി. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് പിടിക്കുന്നത് തന്നെയാണത്, പക്ഷേ ഒരുപാട് വിത്ത് മുളപ്പിച്ചാലേ ചിലപ്പോൾ കുറച്ചൊക്കെ തൈ ഉണ്ടാവുള്ളൂ. പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിൻ്റെ വിത്ത് വീണ്ടൊക്കെ തന്നെ നമുക്ക് കുറേ ചെടികൾ അടുത്തടുത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് നമുക്ക് എണ്ണ കാച്ചാൻ പറ്റും. അതുപോലെ തന്നെ അകാല നരയ്ക്ക് മുടി തഴച്ച് വളരാനൊക്കെ ഒരു നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ നീലമരി. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനൊക്കെ ആയിട്ട് ഈ നീലമരിയുടെ പൗഡർ, ഒരുപാട് പേര് നീലമരി പാക്കറ്റിലാക്കിയിട്ട് കിട്ടുന്ന പൗഡർ ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് ഡൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, കെമിക്കലൊന്നും ഇല്ലാതെ. അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്, ആ പൊടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഇല നമ്മൾ ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ആ പൊടി ഉണ്ടാക്കാനും പറ്റും. അത് വെച്ച് നമുക്ക് ഒരു ഹെയർ ഡൈ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാനും പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ, പച്ച വെളിച്ചെണ്ണയിൽ ഈ ഇല ഒരു 2-3 ദിവസം ഇട്ടിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ കളർ തന്നെ മാറും. അത് നമ്മളെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ അത് മുടിക്ക് വളരെ നല്ലതാണ്. മുടി നന്നായിട്ട് താഴ്ച വളരുകയും ചെയ്യും. പിന്നെ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് എണ്ണ കാച്ചാറുണ്ട്. ചെമ്പരത്തി, കറ്റാർവാഴ, കഞ്ഞുണ്ണി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, കറിവേപ്പില. പക്ഷെ അതിൻ്റെ കൂടെ നീലമരിയും കൂടി ഇട്ട് കാച്ചിയാലോ അല്ലെങ്കിൽ നീലമരി മാത്രം ഇട്ട് കാച്ചുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് മുടിക്ക്. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും, കൊഴിയണത് കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ നമ്മളെ മുടി നരച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഭയങ്കര നല്ല ഒരു മരുന്നാണ് ഈ നീലമരി എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കൊന്നും ഈ നീലമരി എന്താണെന്ന് അറിയില്ല. ഇതുകൊണ്ട് അതുപോലെ ഒരുപാട് വിത്തുകൾ ഇതിലുണ്ടാവും. ആ വിത്ത് ഇങ്ങനെ ഉണങ്ങി വരുമ്പോൾ അതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുഞ്ഞു 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 മണിമണി പോലുള്ള വിത്ത് ഉണ്ടാവും. അതാണ് നമ്മൾ പാവേണ്ടത്. ആ പൊട്ടിച്ചെടുക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പാവാനായിട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് കൊഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെയൊക്കെ ഈ ചെടി ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ പ്രയോജനവും ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് നഴ്സറിയിൽ നിന്നൊക്കെ മാറി വാങ്ങിക്കാറുണ്ട്. വേറൊരു ഔഷധ സസ്യമുണ്ട്, ഏകദേശം ഇതേപോലത്തെ ഒരു ഇലയൊക്കെ തന്നെയാണ്, ഈ നമ്മുടെ നീലമരിയുടെ ഇല പോലെയൊക്കെ തന്നെയാണ് അതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് മാറാറുണ്ട്, ഈ നീലമരിയാണെന്നും പറഞ്ഞിട്ട് അത് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ളൊരു വ്യത്യാസം വെച്ചാൽ ഈ നീലമരിയുടെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലി എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 അല്ലെങ്കിൽ 11 ഇലയാണ് ഉണ്ടാവുക എന്നാണ് പറയണത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിലിപ്പോൾ 1-ൽ 9 ഇലയുണ്ട്, 1-ൽ 11 ഇലയുണ്ട്. അപ്പോൾ അത് നീലമരിയാണ്. അങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വിത്ത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് പൊട്ടിക്കാൻ ഇത്തിരി പാടാണ്, ഇത്തിരി ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് മണി പോലുള്ള വിത്താണുള്ളത്. അപ്പോൾ നമ്മളിത് പാവുമ്പോൾ ഒരുപാട് വിത്ത് പാവേണ്ടി വരും. കാരണം നമ്മൾ ഒരുപാട് വിത്ത് പാവിയാലേ കുറച്ചെങ്കിലും തൈ മുളച്ചിട്ടുള്ളൂ. പക്ഷെ മുളച്ച പിന്നെ അതിനെ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് വേണ്ടായിക്കോളും. വലിയ വളവും കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മളെ വീട്ടിലെല്ലാ ചെടികളൊക്കെ വളരുന്ന കൂട്ടത്തിൽ അതങ്ങ് വളർന്നോളും. ഇതുപോലെ കണ്ടോ, കുറച്ച് വെണ്ണം പൊട്ടിച്ചപ്പോൾ കിട്ടിയ വിത്താണ് അത്. പിന്നെ ഈ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരില അതിൽ നിന്ന് എടുത്തിട്ട് അതിനെ 2 അറ്റം ഒന്ന് വലിച്ചു നോക്കുകയാണെങ്കിൽ, ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ അത് പൊട്ടി വരും. അപ്പോൾ അങ്ങനെ പൊട്ടി വരുമ്പോൾ അത് നോക്കി നമ്മൾ ശരിക്കും ഒരു കത്രിക വെച്ച് എങ്ങനെയാണോ കറക്റ്റ് കട്ട് ചെയ്യുക അതുപോലെ ഇരിക്കും നീലമരിയുടെ ഇല. പക്ഷെ നമ്മൾ ഈ നീലമരി പോലെയുള്ള വേറൊരു ഇല ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഇല വാങ്ങിക്കുമ്പോഴത്തേക്കും അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കില്ല. അത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടാതെ ഒരു സിക്സാക് പോലെയൊക്കെ ആയിരിക്കും അതുണ്ടാവുക. അപ്പോൾ നീലമരി ആണോ എന്ന് വാങ്ങിക്കുന്ന നേരത്ത് നോക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നീലമരി, അല്ലെങ്കിൽ അത് നീലമരി അല്ല. പിന്നെ ഇതിൽ പൂവ് ഇടാറുണ്ട്, ഒരു നീല വയലറ്റ് ഒക്കെ പോലത്തെ ഒരു പൂവാണ്. പക്ഷെ ഇപ്പം അതിൽ പൂവില്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. പിന്നെ ഇതുപോലെയാണ് വീട്ടിലൊക്കെ ഈ അടുത്തടുത്ത് വിത്ത് വീണ്ടൊക്കെ പിന്നെ കുറേ ഉണ്ടായിക്കോളും. അപ്പോൾ ആദ്യം ഒന്ന് നട്ട് പിടിപ്പിക്കാനുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരുന്നതാണ്. അപ്പം നമുക്ക് കാലാകാലം എണ്ണ കാച്ചാനും ഒക്കെ നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാവുകയും ചെയ്യും.
അപ്പോൾ ഇത് എല്ലാവർക്കും കുറേ പേർക്ക് അറിയാത്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരാം കേട്ടോ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു.